രാജസ്ഥാനിലെ കിരാത്പുരയിൽ 3.5 വയസ്സുകാരി കുഴൽക്കിണറിൽ വീണു. കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മണ്ണിടിച്ചിലുണ്ടായത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയെന്ന് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നു. ബൽറാം, ഇത് ശരിക്കും രാജസ്ഥാനിൽ ഓൾറെഡി അടുത്ത ദിവസമാണ് ഒരു അപകടം ഉണ്ടായത്. പിന്നെയും ഈ മൂടാതെ കിടന്ന കുഴൽക്കിണറിലാണോ ഇങ്ങനെ ഈ കുട്ടി വീണുപോയത്? എന്താണ് അപകടത്തിൻ്റെ സ്വഭാവം? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രാജസ്ഥാനിലെ കോട്ട്പുത്തലിയിലെ കിരാത്പൂർ ഗ്രാമത്തിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. സ്വന്തം വീട്ടിലെ കുഴൽക്കിണറിലാണ് ഈ 3.5 വയസ്സുകാരി അകപ്പെട്ടു പോയിരിക്കുന്നത്. ഈ കുഴൽക്കിണർ അറ്റകുറ്റപ്പണികൾക്കായി അതിന്റെ മൂടി തുറന്നു വെച്ച പണികൾ നടന്നു വരുന്നതിനിടെയാണ് കുട്ടി അബദ്ധത്തിൽ കുഴൽക്കിണറിൽ വീണുപോയത്. അവരുടെ വീട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് പണി കഴിഞ്ഞ ശേഷം അത് അടച്ചു വെക്കാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് കുട്ടി അകപ്പെട്ടു പോയത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏതാണ്ട് 700 അടിയോളം താഴ്ചയുള്ള കുഴൽക്കിണറിലാണ് കുട്ടി അകപ്പെട്ടിരിക്കുന്നത്. അതിൽ ആദ്യം 15 അടി താഴെ മാത്രമായിരുന്നു ഈ കുട്ടി കുടുങ്ങിക്കിടന്നിരുന്നത്. എന്നാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കയറും കൊളുത്തും ഉപയോഗിച്ച് ഈ കുഞ്ഞിനെ വലിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തുന്നതിനിടെ ഈ വശങ്ങളിലെ മണ്ണിടിഞ്ഞ് കുഞ്ഞ് കൂടുതൽ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. കുഴൽക്കിണറിന്റെ വശങ്ങളിൽ നിന്നും മണ്ണിടിഞ്ഞ് ആ കുഞ്ഞ് അതിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലാണ്. അത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇപ്പോൾ എന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കുട്ടിക്ക് കുഴൽ വഴി ഓക്സിജൻ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ കുഞ്ഞിന്റെ ആരോഗ്യനില ഉൾപ്പെടെ നിരീക്ഷിക്കുന്നതിനായി ക്യാമറ ക്രമീകരിച്ചിട്ടുണ്ട് കുഴൽക്കിണറിനകത്ത്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഒപ്പം തന്നെ ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരം തന്നെയാണ് എന്നും എത്രയും വേഗം കുഞ്ഞിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് എന്നുമാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എസ് കെ. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. എത്ര കണ്ടാലും കൊണ്ടാലും നമ്മൾ പഠിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുഴൽക്കിണർ അപകടം. രാജസ്ഥാനിൽ തന്നെ നേരത്തെ ഒരു അപകടം ഉണ്ടായി കുട്ടി മരിച്ചിരുന്നു.